അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, കോളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും ആദി, ഫോൺ മാറ്റി വെച്ചിട്ട് വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കേ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. ആദി, ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഫോൺ മാറ്റി വെച്ചിട്ടൊന്ന് പ്രാർത്ഥനയ്ക്കിരുന്നേ. കോളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, എന്റെ വാക്കിനൊരു വില കൽപ്പിച്ചോ നോക്കവൻ. നീ ഒന്നും മിണ്ടായിരുന്നു. അവ അവന്റെ ഇഷ്ടത്തിന് കാണിക്കട്ടെ. അവൻ തന്നെത്താനെ പറഞ്ഞ ഒരു ദിവസം വരും. അവൻ തന്നെത്താനെ വന്നോളൂ ഒരു ദിവസം. എന്തൊരു പരിപാടി? എന്തൊരു പരിപാടി? ചുമ്മാ ഇരിക്കുന്നു. എങ്ങോട്ടേക്കും പോയാലോന്ന് ആലോചിക്കുന്നു. അതൊന്നും അല്ലടി, വീട്ടുകാർക്കൊരു വിലയില്ല. കുറച്ച് പൈസ ഉണ്ടാകണം. വിദേശത്തോട്ടെല്ലാം പോയാലോന്ന് ആലോചിക്കുക. നമ്മളെ പരിചയത്തിൽ ഒരാളുണ്ട്, ആ വിസ സെറ്റ് ആക്കി തരും. എന്നാ സെറ്റ്. നീ അവന്റെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്യുക. ബാക്കി ഞാൻ റെഡി ആയിക്കോളാം. എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു പിന്നെ പോട്ടോ. ഹലോ ബ്രോ, ഒരു വിസയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു. അതിന്റെ സമയം വരുന്നത് ഈ വരുന്ന 12-ാം തീയതി 3 മണിക്ക്. ഓക്കെ ബ്രോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ ബ്രോ, താങ്ക് യു. അമ്മേ, എന്തിനാടാ കിടന്ന് വിളിക്കുന്നേ? അമ്മ, എനിക്ക് വിദേശത്തേക്കുള്ള വിസ കിട്ടി. ദേവി സ്തോത്രം. ഇവനൊന്ന് രക്ഷപ്പെട്ട് കാണാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുവാ. മോനെ, ഇത് നിനക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ്. നീ ഇനി ദൈവത്തെ പ്രത്യാശ വെച്ച് വേണം ജീവിക്കാൻ. ദൈവം നിന്നെ ഇനിയും അനുഗ്രഹിക്കും. മോനെ ആദി, സന്ധ്യ പ്രാർത്ഥനയ്ക്ക് വാ. ഓ അമ്മേ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. നമ്മൾ വിസ ഓഫീസിൽ നിന്നാണ്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ വിജയ് റുപാണിയുടെ യാത്രാ സുരക്ഷ പ്രമാണിച്ച് താങ്കളുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദയവായി ഇതുമായി സഹായിക്കുക. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. താങ്ക് യു സാർ. ഹലോ. മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. എന്തെങ്കിലും ഒരു നന്മ കാണാതെ ദൈവം അങ്ങനെ ചെയ്യില്ല.
അന്നവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓടെ ഗൾഫിൽ പോണെന്ന് പറഞ്ഞിട്ട് എന്തായി? അതില്ലേ ഓണ ഇതാണ് ഞാൻ ഇവരുടെ അടുത്ത് ഒരു കാര്യവും പറയാത്തത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് 242 പേരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നയുടൻ തകർന്നു വീഴുകയായിരുന്നു. അമ്മേ അമ്മേ, എന്താടാ കിടന്ന് വിളിക്കുന്നേ? ഇതാ വരുന്നു. ഇതായത് നോക്കി, ഞാൻ ഇന്നലെ പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റാ. എന്താ 242 പേരോ? അപ്പൊ ഫ്ലൈറ്റിലുള്ള എല്ലാരും മരിച്ചോ? മോനെ, ഞാൻ പറഞ്ഞതല്ലേ, ദൈവം ഇതൊന്നും കാണാതെ ഒന്നും ചെയ്യില്ല. അതെ അമ്മേ, ഞാൻ ഇന്ന് ജീവിക്കുന്നതിന് ഏക കാരണം എന്റെ കർത്താവ് മാത്രമാണ്. ഞാൻ ഇനി ദൈവിക കാര്യങ്ങളിൽ ഒരു മടുപ്പും കാണിക്കില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിടും, ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും, ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. അടിയനിതാ